ഈ ഒരു ചെമ്പകം ഫ്ലവർ ചെയ്യാനായിട്ട് ഒരു റെഫറൻസ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പിൻട്രസ്റ്റും യൂട്യൂബും ഒക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ ഒരാൾ പോലും ഈ ഒരു രീതിയിൽ വീഡിയോ ഇട്ട് ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ റഫായിട്ട് ചെയ്ത് നോക്കിയതാണിത്. പക്ഷേ ഇതിൻ്റെ സ്റ്റെമ്മ് ശരിയായിട്ടുണ്ടായില്ല. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചു. 1-2 മാസമായിട്ടോ ഞാൻ ഇതിൻ്റെ പിന്നാലെ നടക്കുന്നു. മെറ്റീരിയൽ അവൈലബിൾ ആകുമ്പോൾ ഇത് ചെയ്യാനുള്ള ഐഡിയ കിട്ടില്ല. ഐഡിയ കിട്ടുമ്പോൾ മെറ്റീരിയൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇതാ ലാസ്റ്റ് ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ആ ഒരു പെറ്റൽസ് വരച്ചെടുക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടാണ് അത് വരച്ചെടുപ്പിച്ചത്. ആളെനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ എത്ര വരച്ച് നോക്കിയിട്ടും എനിക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷേ എന്തോ എനിക്ക് വരച്ചിട്ട് ശരിയാവുന്നുണ്ടായില്ല. അപ്പോൾ ആളത് വരച്ച് A4 ഷീറ്റിലൊക്കെ കട്ട് ചെയ്ത് അതിന് ശേഷം ഒരു കുറച്ചും കൂടി കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് വരച്ച് അത് ട്രേസ് ചെയ്ത് ഒന്നും കൂടി കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു A4 ഷീറ്റ് നമ്മുടെ നിന്ന് പെട്ടെന്ന് പോകും, നമ്മൾ 2-3 വട്ടം വരച്ചൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് വരച്ച് കഴിഞ്ഞിട്ട് നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഷീറ്റിലേക്കും കൂടി വരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ചെയ്യാനായാലും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ സൈസൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട, കാരണം ഞാൻ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു സൈസിൽ എനിക്ക് കട്ട് ചെയ്ത് തരികയാണ് ചെയ്തത്. പിന്നെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി വൈറ്റ് ചെമ്പകം കുറച്ചും കൂടി ഒരു വലിപ്പം വേണമെങ്കിൽ വെക്കാമായിരുന്നു എന്ന്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക, ഒന്നും അറിയാണ്ട് ചെയ്യുമ്പോൾ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിതേ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ജാസ്മിനൊക്കെ ചെയ്യുന്ന ഫോമറിൻ ഷീറ്റാണ്. 0.8 mmൻ്റെയാണ്. അതേപോലെ തന്നെ ചെമ്പകം ചെയ്യാനായിട്ട് ഞാനിവിടെ കനകാംബരം ചെയ്യുന്ന ഓറഞ്ച് ഷീറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം ആ ഒരു ഷേപ്പ് വെച്ചിട്ട് ടൂത്ത് പിക്ക് വെച്ച് മാത്രമേ നമ്മുടെ ഇതിലേക്ക് നമ്മൾ ട്രേസ് ചെയ്യാവൂ. ഞാൻ ജാസ്മിൻ ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് പതുക്കെ ലൈറ്റായിട്ടൊന്ന് അതിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ ഇംപ്രഷൻ കിട്ടും. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 7 പെറ്റൽസാണ് എടുത്തിരിക്കുന്നത്. പെറ്റൽസിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കേണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 1-2 പെറ്റൽസൊക്കെ നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ ഞാനിവിടെ 7 എണ്ണം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു സൈസ് കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെറിയ സൈസിലൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ ഇറക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിൻ്റെ സൈസ് കുറയും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വെക്കുന്ന 2-3 പീസാണ് ഞാൻ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ പുറത്ത് വെച്ച് കൊടുക്കുന്നത് കുറച്ചുകൂടി വലുതായിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഫസ്റ്റ് തവണ ചെയ്യുന്നത് കൊണ്ട് കുറേ മിസ്റ്റേക്കുകൾ അറിയുണ്ടാവും. അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാവും നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നാം. അപ്പോൾ ഞാൻ 7 പീസ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലൈറ്റായിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലേക്ക് ഞാൻ ഇതുപോലെയാണ് കേട്ടോ, ഉള്ളിലേക്ക് ഒന്നിങ്ങനെ മടക്കി വെക്കുന്ന രീതിയിൽ ജസ്റ്റ് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. 3 പീസ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് 2 മെത്തേഡിൽ ചെയ്യുന്നുണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. പക്ഷേ നിങ്ങൾക്കിത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണ്ട, ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഒരുപാട് ചൂട് കൂട്ടിയിടണ്ട. ഒരുപാട് ചൂട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉരുകി പിടിക്കുന്ന പോലെയാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചൂട് കൂട്ടിയിടണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 എണ്ണം എന്താ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വയ്ക്കുന്ന രീതിയിൽ ചെയ്തു. ഇനി പുറത്തേക്ക് വരുന്നത് നമ്മൾ പുറത്തേക്ക് വിടർന്ന് നിൽക്കുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, ആ അടിഭാഗം നമ്മളിങ്ങനെ പിടിക്കുക. അതിന് ശേഷം ബാക്കിലോട്ട് വയ്ക്കുക. പുറത്തേക്ക് ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി പെറ്റൽസൊക്കെ ഞാൻ ആ രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 3 എണ്ണം മാത്രമേ അങ്ങനെ ചെയ്തുള്ളൂ. ഉള്ളിൽ 3 എണ്ണേ ഞാൻ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 എണ്ണമൊക്കെ വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ജാസ്മിൻ ഫ്ലവറൊക്കെ ചെയ്യുന്നവരുടെ കയ്യിൽ ഈ ഒരു ഷീറ്റ് ഉണ്ടാവും. ഇതിലും കട്ടി കൂടിയ ഷീറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിനൊരു ഭംഗി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫോം ഷീറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോമറിൻ ഷീറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി കനം കുറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മെറ്റീരിയൽ ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവരോടും ഞാൻ ചെയ്യാൻ പറയില്ല. നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ആ ഒരു എന്താ പറയുക, അതിനെ ഉള്ളിലുണ്ടാവില്ലേ ഒരു ജസ്റ്റ് ഇങ്ങനെ കോലൊക്കെ പോലെ നിൽക്കുന്നത്, അതിനെ എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് തണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെറിയ പീസായിരുന്നു കട്ട് ചെയ്തത്, അതുകൊണ്ടാണ് 2 എണ്ണം എടുക്കേണ്ടി വന്നത്. നിങ്ങൾ കുറച്ചും കൂടി വീതിയിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റതിൽ സ്റ്റെം ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഉള്ളിലേക്ക് വെക്കാനുള്ളത് ഇതുപോലെ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റൗണ്ടിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പ്രസ് ചെയ്ത് വെക്കരുത്, ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ അത് കുറച്ചൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പെറ്റൽസുകൾ ഒട്ടിച്ചെടുക്കാം. ആദ്യത്തെ മെത്തേഡ് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഓറഞ്ച് ഫ്ലവറാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ഉള്ളിലേക്ക് എടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒട്ടിക്കുന്ന ഭാഗത്ത് ഞാൻ എൻ്റെ രീതിയിലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പല രീതിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഇതൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അറിയില്ല നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണ് ഇതിലും കുറച്ചും കൂടിയും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് നമ്മൾ ആ പെറ്റൽമേ ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലൂ എടുക്കാവൂ, അല്ലെങ്കിൽ അത് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ അടിഭാഗം ഒന്ന് മുകളിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റെം ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി. അതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. B7000 ഗ്ലൂ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും, കാരണം നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് നിൽക്കണം. അപ്പോൾ അതിൽ നല്ലത് ഗ്ലൂ ഗണ്ണായിരിക്കും. പിന്നെ പേപ്പറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതായിരിക്കും നല്ലത്. ഇനി ഇതേ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ അടുത്ത പെറ്റൽ അതിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരെണ്ണം ചെയ്ത് എന്നെങ്കിൽ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലെ 3 എണ്ണം വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇതും ഞാൻ അടിഭാഗം ഒന്ന് ചെരിച്ചിട്ട് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടുത്ത പെറ്റലെടുത്തു, അത് അതിൻ്റെ അടുത്ത സൈഡിൽ കണ്ടോ, ഇങ്ങനെ 3 സൈഡിൽ നിന്നും വെച്ച് കൊടുത്തു. എല്ലാം ഞാൻ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടി ഒന്ന് ചെരിച്ചതാണ് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് നേരെ ഒട്ടിച്ച് പോകാം, പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റെം ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും. ഇതിങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. അങ്ങനെ 3 പെറ്റൽസ് നമ്മൾ ഉള്ളിൽ ഒട്ടിച്ച് കഴിഞ്ഞു. ഗ്ലൂ ഒക്കെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അതൊക്കെ ഒന്ന് കളഞ്ഞ് വെക്കുക കേട്ടോ. നമ്മുടെ ഗ്ലൂ ഗണ്ണായാലും നമുക്ക് ഗ്ലൂ കളയാനും എളുപ്പമാണ്. ഇനി നമ്മൾ അടുത്ത പെറ്റൽസുകൾ, നമ്മൾ പുറത്തേക്ക് നിൽക്കുന്ന പെറ്റൽസുകൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ ഒട്ടിച്ച് പോവുക. ഗ്യാപ്പ് നോക്കി ഒട്ടിക്കുക. അതായത് 3 പെറ്റൽ നമ്മൾ ഒട്ടിച്ചതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് വരുന്നിടത്ത് ഇത് ഫില്ല് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മളിതുപോലെ നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും. ഞാൻ ചെയ്ത രീതിയിൽ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ, കാരണം ഞാനിതിൽ പെർഫെക്റ്റ് അല്ലാതെ എനിക്കറിയാം. അതുകൊണ്ട് എങ്കിലും നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. ചിലർക്ക് ഇതെങ്ങനെ ചെയ്യുന്നുള്ളൊരു ഐഡിയ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം അതുകൊണ്ടായിരിക്കാം യൂട്യൂബിലൊന്നും അധികം വീഡിയോസ് ഞാൻ കണ്ടില്ല. അപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാമെന്ന്. പിന്നെയൊക്കെ പെർഫെക്ഷൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നവരാണ്, ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി. എനിക്ക് റിയൽ ലുക്കിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് വന്നു. ജാസ്മിൻ ഫ്ലവറിൻ്റെ അടുത്ത് അത്രയ്ക്ക് എത്തിയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു ലുക്കൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വൈറ്റ് നമുക്ക് കുറച്ചും കൂടിയും റിയൽ ലുക്ക് കിട്ടും, ആ ഒരു കളറ് കേട്ടോ. നമ്മുടെ ഒരു എന്താ പറയുക, ഐവറി കളറാണ്. നമ്മൾ വൈറ്റ് ഓഫ് വൈറ്റ് കൊടുത്താൽ നമുക്ക് ഇത്രയും പെർഫെക്ഷൻ കിട്ടില്ല. പക്ഷേ ഐവറി കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജാസ്മിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ലുക്ക് വൈറ്റിന് കിട്ടും. ഓറഞ്ച് കുറച്ചും കൂടിയും ലൈറ്റ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ല മെറ്റീരിയൽ. അപ്പോൾ നമ്മളുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതായി നമ്മൾ ബാലൻസ് പെറ്റൽസൊക്കെ ആ ഒരു രീതിയിൽ ആ ഗ്യാപ്പ് അനുസരിച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഒരു നമ്മുടെ കനകാമ്പരത്തിൻ്റെ ആ ലുക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൽ വൈറ്റ് ആണോ ഓറഞ്ച് കളറാണോ കൂടുതൽ റിയൽ ലുക്ക് തോന്നുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്കിലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം അറിയാം എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് പഠിക്കാമെന്ന്. കുറേ നാളത്തെ റിസർച്ചിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചെയ്യാനായിട്ട് ഞാൻ കുറേ നാളായിട്ട് അത് ട്രൈ ചെയ്യുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് അങ്ങോട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ദേ നമ്മൾ ഫ്ലവർ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റെം വയ്ക്കണം. ഈ സ്റ്റെമ്മിലും എനിക്ക് അബദ്ധം പറ്റി. ഇത്രയും കൂടി വീതിയിൽ കട്ട് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ഷീറ്റുമ്പോൾ ആ സ്റ്റെമ്മ് റെഡിയാക്കി എടുക്കാമായിരുന്നു. ഞാൻ വൈറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വീതി കുറഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു പീസും കൂടി ഇത് ഒട്ടിച്ചെടുത്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വീണ് കഴിഞ്ഞാൽ പറയില്ലേ, പൂച്ച വീണ 4 കാലിലാണ് വീഴാന്ന്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയാൽ അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കും. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തതാണ് നമ്മുടെ ഈ ഒരു സ്റ്റെമ്മ്. പിന്നെ ആ ഒരു പീസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വേണമെങ്കിൽ നമുക്കൊരു പീസ് വെട്ടിയെടുക്കാം, പക്ഷേ ഈ ഒരു മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായത് കാരണം ഞാൻ ആ ഒരു ഷീറ്റിൻ്റെ ആ ഒരു പീസ് കളയാണ്ട് വീണ്ടും അതിൽ തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. കാരണം നമ്മൾ ഈ ഒരു ഷീറ്റ് കളഞ്ഞാൽ 2 ഷീറ്റ് നമുക്ക് കളയേണ്ടി വരും, കാരണം അതുകൊണ്ട് പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ടും കൂടി ഒരുമിച്ച് ഒട്ടിച്ചെടുത്തു. ഇതുപോലെ മെറ്റീരിയൽസ് ഒന്നും പാഴാക്കാണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അതേ അടുത്ത പീസ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളിതേ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒട്ടിക്കുമ്പോൾ കറക്റ്റ് വീതി കിട്ടണം കേട്ടോ. 2 ആ ഒട്ടിച്ചെടുത്തത് 2 നിൽക്കുകയാണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ഇതെനിക്ക് കറക്റ്റായിരുന്നു വേണ്ട. ഒറ്റ പീസിൻ്റെ കട്ടിങ് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. 2 കട്ടിങ് 2 കാണുന്നുണ്ടെങ്കിൽ അത് വൃത്തികേടായിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ മെറ്റീരിയൽ കളയരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പെർഫെക്ഷൻ കളയാൻ പാടില്ല. അപ്പോൾ ദേ ഇനി നമ്മളിതിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റെം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെമ്മും കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്പകത്തിൻ്റെ റിയൽ ഫ്ലവറിൻ്റെ ഏകദേശം ഒരു ലുക്കൊക്കെ വന്നു. ആർട്ടിഫിഷ്യൽ എപ്പോഴും ആർട്ടിഫിഷ്യൽ തന്നെയായിരിക്കും, എങ്കിലും നമുക്ക് ഏകദേശമൊക്കെ ആ ഒരു ഫ്ലവറായിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് വൈറ്റ് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. വൈറ്റ് ഞാൻ ഒരു പീസ് എടുത്ത് അതിൻ്റെ സെൻറ്റർ കണ്ടു അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. ഇനി ഇതിന് ചുറ്റും നമ്മൾ ഒട്ടിച്ച് പോകാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഒരു ഗ്രീൻ ഷീറ്റ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിക്കാം. അപ്പോൾ ഏതാണ് കുറച്ചും കൂടി ഭംഗിയെന്ന് നിങ്ങൾ പറയാം. അടുത്ത പീസ് അതിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ചു. ഇനി അടുത്ത പീസ് അതിൻ്റെ ഒരു സൈഡിൽ ഒട്ടിക്കാം. ഇതിങ്ങനെ ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പില്ലാണ്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് അടുത്ത പീസ് ഒട്ടിക്കുന്നുണ്ട്.
നമ്മൾ ആ 3 ഉള്ളിലേക്ക് എടുത്തതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 പീസ് ഉള്ളിൽ കൊടുക്കാം. അപ്പോൾ ആ ഗ്യാപ്പ് അവിടെ കുറയും. അതുപോലെ ഇതിങ്ങനെ ഉള്ളിൽ വിടർന്ന് നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഞാനിതിനെ 3നെയും കൂടിയിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് നമ്മളിതാ ഈ 3 പെറ്റലും ഇതുപോലെ വെച്ചിട്ടൊന്ന് തുമ്പത്ത് മാത്രം ചെറിയ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് 3 പെറ്റലും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ അതങ്ങനെ അവിടെ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മൾ ആ ലാസ്റ്റ് ഒട്ടിച്ചത് ഇത്തിരി അകന്ന് നിൽക്കുന്നുണ്ട്, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ലൈറ്റായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. ഗ്ലൂ ഗണ്ണ് ആയതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അതേ നമ്മൾ 3ാമത്തെ പെറ്റൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പുറത്ത് വയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് വെച്ചു. അപ്പോൾ അവിടെ ഉണ്ട് ഒരു ഗ്യാപ്പ് വന്നത്. ഞാൻ പറയാം, ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ 4 പെറ്റൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും ഞാൻ 3 പെറ്റൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനി ഇത് ഫില്ല് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് വെച്ചിരുന്നത് അവിടെ ഒട്ടിച്ച് കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു പാടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഉള്ളിൽ ആ ഒരു സ്റ്റെമ്മിൻ്റെ ആ ഒരു ഭാഗം വെച്ചിട്ടുണ്ടായില്ല, അതുമ്പോഴേക്കും നമുക്ക് ഒട്ടിച്ച് പോയാൽ മതിയായിരുന്നു. ഇതത് പറ്റാത്തതുകൊണ്ട് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് പാടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നമ്മൾ പെറ്റൽമ തന്നെയാണല്ലോ ഒട്ടിച്ച് പോകുന്നത്. അപ്പോൾ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. വിടർന്ന് നിൽക്കുന്ന പോലെ അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പൂ വിരിഞ്ഞ് നിൽക്കുന്ന അന്നത്തെ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ ചൂടാക്കി എടുക്കാതിരുന്നാൽ മതി. നമ്മൾ സ്റ്റെം ഒട്ടിച്ച് കൊടുത്തു. സ്റ്റെമ്മിന് കുറച്ച് ലെങ്ത്ത് കൂടി, അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ വൈറ്റ് ചെമ്പകം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് ജൂൺ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് അടുത്ത ബാച്ച് ജൂലൈയിലാണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.